തങ്ക അവന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ഉള്ളിൽ മോഹം വളർത്തുമ്പോഴും അവൻ മൂന്നാം മുറയായിരുന്നു. ഇക്കാലം അത്രയും മാർത്താണ്ഡന്റെ മൂന്നാം മുറയുടെ കാര്യം ചിന്തിക്കാതിരുന്നവർ ഇപ്പോഴെന്തേ അതേക്കുറിച്ച് ചിന്തിക്കുന്നു? കുട്ടികൾ വളർന്നപ്പോ അവർ കാര്യകാരണങ്ങൾ ചിന്തിച്ചു തുടങ്ങി തമ്പുരാനെ. തങ്കയെ മാർത്താണ്ഡനെ കൊണ്ട് പള്ളിക്കെട്ട് കഴിപ്പിച്ചാൽ തങ്കയ്ക്ക് മാത്രമല്ല, പപ്പുവിനും രാമനും പോലും അദ്ദേഹത്തിന്റെ നീരസം നേരിടേണ്ടി വരും. കുട്ടികൾക്ക് നാളെയും ഈ മണ്ണിൽ സമാധാനമായിട്ട് കഴിയേണ്ടേ തമ്പുരാനെ? അവരുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരു പ്രവൃത്തി നമ്മളായിട്ട് ചെയ്യണോ? കിട്ടണേ, പണ്ട് നാം നിന്നെ ഒരുപാട് മോഹിച്ചു. ഒടുവിൽ പല തടസ്സങ്ങളും മറികടന്ന് നിന്നെ നാം നേടി. അതുപോലെ മാർത്താണ്ഡനും തങ്കയെ മോഹിക്കുന്നുണ്ടാവില്ലേ? മാർത്താണ്ഡന്റെ മോഹം അത് ഞാൻ മനസ്സിലാക്കാതെയല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതവിടുന്ന് മനസ്സിലാക്കണം. കാലം കഴിയുമ്പോ മാർത്താണ്ഡന്റെ മോഹങ്ങൾ താനെ അടങ്ങിക്കോളും. പക്ഷേ കുട്ടികളുടെ ഭാവി, അതിന് പരിഹാരം നമ്മൾ തന്നെ കാണണം തമ്പുരാനെ. മാർത്താണ്ഡന്റെ കാര്യത്തിൽ അങ്ങ് നിർബന്ധം കാണിക്കരുത്, വാശി പിടിക്കരുത്. അടിയന്റെ അപേക്ഷയാണത്. ഈ തമ്പുരാനല്ലാതെ അടിയനും മക്കൾക്കും മറ്റൊരാശ്രയമില്ലെന്നറിയാലോ. നാം ഒന്ന് ആലോചിക്കട്ടെ. അവിടുന്ന് പാല് കുടിച്ചില്ല. കുടിക്കാം. சொல்ல തമ്പറാന്റെ സ്വപ്നത്തില് ദേവവാക്യത്തില് പറഞ്ഞ മട്ടില് ഒരു ബ്രാഹ്മണനെ കണ്ടെത്താനായോ? പപ്പനാഭസ്വാമി ക്ഷേത്രത്തിന്റെ രൂപഘടന ഉണ്ടാക്കാൻ നോക്കുന്ന ഒരാള് എന്തു പറയണു കാവൽ കുറുപ്പേ? ഇല്ല, അനന്തപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള അഗ്രഹാരങ്ങളിലെല്ലാം ഇവർ അന്വേഷിച്ചു. അവിടെ എങ്ങും ചിത്രരചനയോ ശില്പവിദ്യയോ വശമുള്ള ഒരു ബ്രാഹ്മണനെയും കണ്ടെത്താനായില്ല. പിന്നെ വലിയ ശാലയിൽ ഒരിടത്ത് അത്യാവശ്യം വരയ്ക്കാൻ കഴിവുള്ള ഒരു ബ്രാഹ്മണനെ കണ്ടുവത്രേ. എന്നിട്ടോ? അയാൾക്ക് ചില രൂപങ്ങൾ വരയ്ക്കാൻ അറിയാമെന്നുള്ളതല്ലാതെ ക്ഷേത്രത്തിന്റെ രൂപഘടനയോ മറ്റ് ശാസ്ത്രീയ രചനകളോ സാധ്യമാവുകയില്ല. ക്ഷേത്ര ശില്പത്തെക്കുറിച്ചോ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചോ ഇവർ അവരോട് സംസാരിച്ചോ? ഇവർ സംസാരിച്ചു. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് തീരെയും വശമില്ല. അന്വേഷണം അഗ്രഹാരങ്ങൾ മാത്രമായിട്ട് ഒതുക്കണ്ട. അഗ്രഹാരത്തിന് പുറത്തും ഒറ്റപ്പെട്ട ബ്രാഹ്മണ ഗൃഹങ്ങൾ ഉണ്ടാകും. അവിടെ പണ്ഡിതന്മാരായ ബ്രാഹ്മണന്മാരും ഉണ്ടാകും. അത്തരം സ്ഥലങ്ങളെയും ആളുകളെയും കേന്ദ്രീകരിച്ച് ഇനി അന്വേഷണം പുരോഗമിക്കണം. അങ്ങനെയാവട്ടെ. പിന്നെ ചിത്രരചന ശീലിച്ചവരിടത്ത് മാത്രമായിട്ട് അന്വേഷണം സുരുക്കണ്ട. മറ്റുള്ളവർ അറിയാതെ സ്വകാര്യമായിട്ട് വരയ്ക്കണവരും ഉണ്ടാവും.
അങ്ങനെയുള്ള ഒരാളായിരിക്കണം തമ്പുരാന്റെ സ്വപ്നത്തിൽ കണ്ട ആ ബ്രാഹ്മണൻ. എന്തായാലും ഈ പറയുന്ന ഒരാൾ ഒരു പണ്ഡിതനായിരിക്കുമെന്ന കാര്യത്തില് തർക്കേയില്ല. സംഖ്യാശാസ്ത്രവും തന്ത്രസമുച്ചയവും പഠിച്ചറിഞ്ഞ ബ്രാഹ്മണർ ഇവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ചും അന്വേഷണം വേണം. തമ്പുരാൻ ഉദ്ദേശിക്കുന്ന ആള് എവിടെയാണെന്നോ ആരാണെന്നോ ഒരു മുൻവിധിയും നടത്താനേ സാധിക്കണില്ല. അതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അന്വേഷണം വേണം. ആളെ കണ്ടെത്തിയേ തീരൂ. അത് നിർബന്ധാണ്. എല്ലാ വഴികളിലും അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്യാം. വേണം. ചിലപ്പോ നിങ്ങളെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും അയാള്. എന്തായാലും ഒരു ദേവൻ നിയോഗമായിരിക്കും അയാളെ ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. ആ നിലക്ക് അയാളും അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു അന്വേഷണം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാളെ കണ്ടെത്തുന്ന കാര്യം ഒരു അസാധ്യ കാര്യമൊന്നുമല്ല. പിന്നെ എല്ലാം ഭഗവാന്റെ പേരുള്ള കാര്യങ്ങളല്ലേ, തടസ്സപ്പെടില്ല. ആ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിക്കൊള്ളാം. അങ്ങനെ തന്നെ ആവട്ടെ. അല്ല, ഒന്ന് നിൽക്കണേ. മുമ്പ് ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. എവിടുന്നാ? അത് നാണ് അവിടെ നാഞ്ചി നാട്ടിൽ നിന്നാണ്. കുറച്ച് കാലായിട്ടേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അല്ല, നിങ്ങള് ഇവിടെ തന്നെയുള്ള ആളാണോ? അതെ അതെ, ഇവിടെ തൈക്കാട്ട്. നാണ് ഈ അനന്തപുരത്തെ സ്ഥലങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അല്ല, ഈ തൈക്കാട് എന്ന് പറയുന്നത് കുറെ ദൂരത്താണോ? അല്ല, ഇവിടെ അടുത്താണ്. ഇവിടെ നിന്ന് ഒരു നാഴിക നടക്കാനുള്ള ദൂരം ഇല്ല. നാണ് ഇവിടെ മതിലകത്തും കൊട്ടാരത്തിലൊക്കെ ആയിട്ട് കൂടാണ്. അല്ല, കുടുംബമൊക്കെ? ഒട്ടത്തടി, അതിന്റെ ഒരു സുഖം സ്വാതന്ത്ര്യം. ഇപ്പൊ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? അതാണ് ബഹുരസം. ഒരാളിനെ തിരക്കിട്ട് നടക്കുകയാണ് നാണ്. ആരെയാണാവോ തിരയുന്നത്? ഞാൻ ഈ നാട്ടുകാരനാ. ഇവിടെയൊക്കെ ഉള്ള ഒരുമാതിരി ആളുകളൊക്കെ എനിക്കറിയാം. പേരോ വീട്ടുപേരോ മറ്റടയാളങ്ങളോ ഒക്കെ പറഞ്ഞാൽ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതാണ് ഇപ്പോഴത്തെ വിഷയം. പേരും അറിയില്ല, വീട്ടുപേരും അറിയില്ല, എന്തിന് ആളെപ്പോലും അറിയില്ല. അതല്ലേ മറിമായം. അത് കൊള്ളാം. ഊരും പേരും അറിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഈ ആളെ തന്നെ അറിയില്ല എന്ന് പറയുമ്പോഴാ അത്ഭുതം. അറിയാത്ത ആളെ എന്തിനാ അന്വേഷിക്കുന്നത്? അത് വിശദീകരിക്കാൻ നിന്നാല് ഒരുപാട് പറയേണ്ടി വരും. തൽക്കാലം അത് നേരമില്ല. പിന്നീട് അവസരത്തിൽ കാണാം. അല്ല, പേരെന്താ പറഞ്ഞത്? എന്റെ പേര് വിഷ്ണുത്തരൻ. ശരി സ്നേഹിത, കാണാട്ടോ. എന്താ? എന്തു പറ്റി? എന്താ നീ വല്ലാതിരിക്കുന്നത്? നമ്മുടെ രാമനെ കാണുന്നില്ല. എന്നിട്ട് അന്വേഷിച്ചില്ലേ? പുറംപണിക്ക് വരുന്നവരെ അയച്ചിട്ടുണ്ട്. അവരാരും ഇതുവരെ മടങ്ങി വന്നില്ല. ഒരു മിണ്ടാപ്രാണി അവൻ. എനിക്ക് ഭയമാവുന്നു. ശങ്കരനുണ്ടായിരുന്നില്ലേ?
അവൻ ഇന്നലെ അമ്മാത്ത് പോയിട്ട് ഇതുവരെ വന്നില്ല. അവനുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നേനെ. ഞാൻ അടുക്കളയിലായിരുന്ന തക്കത്തിന് ഇറങ്ങിപ്പോയതാ, ആരും കണ്ടില്ല. വല്ല കുണ്ടിലോ കുഴിയിലോ വീണുപോയാലും ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയില്ല എൻ്റെ കുട്ടിക്ക്. ഈശ്വര, എങ്ങോട്ട് പോയോ ആവോ? ഞാനൊന്ന് നോക്കട്ടെ. ഞാനും വരുന്നു. എന്ന് വരൂ. മോനെ രാമ, മോനെ രാമ, മോനെ രാമ, മോനെ രാമ, മോനെ. എന്റെ കുട്ടി ഇത് എവിടെ പോയി കിടക്കുകയാണാവോ? മോനെ, നാവില്ലാത്ത കുട്ടിയാ, വിളിച്ച വിളി കേൾക്കാൻ കൂടെ കഴിയില്ല. ഈശ്വര, എന്റെ കുട്ടിക്കൊന്ന് വരുത്തല്ലേ. രാമ, മോനെ. രാമ, മോനെ രാമ, മോനെ, ഈശ്വര. ഉണ്ണി, എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കടാ. മോനെ, അവൻ ഇറങ്ങിപ്പോകുന്നത് നീ കണ്ടില്ലേ? അവൻ ഏത് നേരത്തും ശങ്കരന്റെ കൂടെയല്ലേ. ഇന്ന് ശങ്കരൻ ഇല്ലാത്ത കാര്യം ഞാൻ ഓർത്തില്ല. രാമ, മോനെ രാമ. മോനെ രാമ, രാമ. രാമ, മോനെ രാമ. രാമ. ഉണ്ണി വരൂ, കയറി വരൂ. നാം ആരാണെന്നല്ലേ? നാം നാവില്ലാത്തവന്റെ വാക്കാണ്, കണ്ണില്ലാത്തവന്റെ കാഴ്ചയാണ്, കാലില്ലാത്തവന്റെ സഞ്ചാരമാണ്, അശാന്തിയിലെ ശാന്തിയാണ്, അസ്വസ്ഥതയിലെ സ്വസ്ഥമാണ്. അത്ഭുതം വേണ്ട കുട്ടി, നാമാണ് നീ അന്വേഷിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം. അച്ഛനും അമ്മയും നിന്നെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. നിന്നെ അവരുടെ അടുത്താക്കാം. വരൂ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ തിരഞ്ഞ് ഈ പ്രദേശം മുഴുവൻ അലയുകയാണ്. രാമ, മോനെ, രാമ. ഇനി എവിടെ പോയി തിരക്കും ഞാൻ? ഭഗവാനെ, ഭഗവാനെ, അവിടുന്ന് ഞങ്ങളുടെ വിളി കേൾക്കാതെ കാത് പൂട്ടിയിരിക്കുകയാണോ? ഭഗവാനെ, ശ്രീ പത്മനാഭ. രാമ, രാമ, രാമ. അയ്യോ, എന്റെ ശ്രദ്ധക്കുറവ് തന്നെയാ. ഇനി എന്ത് ചെയ്യും ഞാൻ? ജയന്തി, കരയാതെ. ഭഗവാൻ നമ്മുടെ വിളി കേൾക്കും. രാമൻ ഒന്നും സംഭവിക്കില്ല. അവനെ രക്ഷിക്കാൻ ഭഗവാൻ വഴി കാണിക്കും. കരയല്ലേ ജയന്തി. ആരോടെങ്കിലും ഇറ്റ് വെള്ളം ഇരുന്ന് വാങ്ങി കുടിക്കാൻ കഴിയുന്നവനാണെങ്കിൽ പിന്നെ സഹിക്കായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും പിഴച്ചോളൂ എന്ന് ആശ്വസിക്കായിരുന്നു. ഇത് ആരെങ്കിലും തല്ലിയ ഒന്ന് ഉറക്കെ കരയാൻ പോലും ആവാതെ, വിശക്കുന്നൊന്നും പറയാൻ പോലും കഴിയാതെ
അവൻ എങ്ങനെ കഴിയും? ജയന്തി, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവനെങ്ങും പോവില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും. നമുക്കവനെ കണ്ടുപിടിക്കാം. ഇവിടെ എവിടെ തിരയാനാ ഇനി? ഈ പ്രദേശം മുഴുവൻ നമ്മൾ നോക്കിയില്ലേ? എന്നിട്ട് എവിടെ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഭഗവാനെ? എല്ലാ വഴിയും അടയുമ്പോൾ തുറക്കുന്ന ഒരു വാതിലുണ്ട്. ഭഗവാന്റെ കൃപാരസമൊഴുകുന്ന വാതിൽ. നീ ഭഗവാനെ വിളിക്ക്. അവിടുന്ന് അവനെ കൊണ്ടുവന്ന് തരും. ഭഗവാനെ, ഈശ്വരാ. കേട്ടോ രാമ, അവർ പറഞ്ഞതാണ് സത്യം. എല്ലാ വാതിലുകളും അടഞ്ഞാലും അടയാത്ത ഒരു വാതിലുണ്ട്. ദേവന്റെ കൃപാരസമൊഴുകുന്ന വാതിൽ. അതൊരിക്കലും അടയുന്നില്ല. ആരുടെ വിളിയും അവിടെ ചെന്ന് അലയ്ക്കും. ആപൽ ബാന്ധവനായ ഭഗവാൻ ആരുടെ രൂപത്തിലും പ്രത്യക്ഷനാകും. അഥവാ നിർണായക മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൈത്താങ്ങ് അത് ഭഗവാന്റെ ഭിന്നഭാവത്തിലുള്ള കൃപാതിരേകം തന്നെയാണ്.